സൂം ഡെസ്റ്റിനി ചാനലിലേക്ക് സ്വാഗതം. ഇത് ശംഖുമുഖം ദേവീക്ഷേത്രം. ഇതിന് പിറകിലാണ് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇന്നത്തെ വീഡിയോ വിമാനത്താവളത്തിലെ ഫ്ലൈറ്റ് സ്പോട്ടിംഗ് ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ. വിസ്താര എയർവേസിൻ്റെ എയർബസ് A320 വിമാനം ലാൻഡ് ചെയ്യുകയാണ്. വിസ്താര എയർവേസിൻ്റെ തന്നെ മറ്റൊരു എയർബസ് A320 വിമാനം. മഴ വരികയാണ്. ആകാശം മേഘാവൃതമാകുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ദമാം തിരുവനന്തപുരം ബോയിങ് 737 വിമാനം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും കൂടുതലായി ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനങ്ങൾ എയർബസ് A320 ബോയിങ് 737 ഈ രണ്ട് വിമാനങ്ങൾ തമ്മിൽ കാണാൻ ഏകദേശം ഒരുപോലെയാണ്. എയർബസ് വിമാനത്തിൻ്റെ മുൻഭാഗം കുറച്ച് ഉരുണ്ടതാണെങ്കിൽ ബോയിങ്ങിൻ്റേത് അല്പം ഷാർപ്പാണ്. എയർ ഇന്ത്യയുടെ തിരുവനന്തപുരം ബോംബെ എയർബസ് A320. എയർ ഇന്ത്യയുടെ ഒരു സബ്സിഡിയറി കമ്പനിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനങ്ങൾ എക്കോണമി ക്ലാസ് ആണെങ്കിൽ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ അല്പക്കൂടി പ്രീമിയം ക്ലാസ്സിൽ വരുന്ന വിമാനങ്ങളാണ്. എയർബസ് A320 ബോയിങ് 737 ട്വിൻ എൻജിൻ വിമാനങ്ങളാണ്. ഓരോ ചിറകുകൾക്കും അടിയിൽ വലിയ വട്ടത്തിൽ കാണുന്നവയാണ് എൻജിനുകൾ. എയർബസ് A320 140 മുതൽ 170 പാസഞ്ചേഴ്സിന് സഞ്ചരിക്കാം. എന്നാൽ ബോയിങ് 737 ബോയിങ് 737-7 എന്നും ബോയിങ് 737-9 എന്നും രണ്ട് വേരിയൻറ്റുകളുണ്ട്. 737-7 172 പേർക്കും 737-9 220 പേർക്കും യാത്ര ചെയ്യാം. വിമാനം ടേക്ക് ഓഫിന് റെഡിയായി. വിമാനത്തിൻ്റെ പിന്നിലെ ഭാഗത്തിൻ്റെ അടിഭാഗത്ത് റൺവേയിലെ വരകളുടെയും ലൈറ്റുകളുടെയും ഇമേജ് വളരെ വേഗം മാറുന്നതായി കാണാം. വിമാനം റൺവേയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇതിൽ നിന്നും അനുമാനിക്കാം. റൺവേയിലെ മഴവെള്ളമാണെന്ന് തോന്നുന്നു രണ്ട് വശത്തേക്കും തെറിച്ചത്. വിമാനം ഉയർന്നു തുടങ്ങി. വിമാനം എത്തിയ ഭാഗത്ത് മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ചിറകിൽ വെള്ളം വീണ് തെറിച്ചു പോകുന്നത് പോലെ. റൺവേയുടെ പിൻഭാഗത്തു നിന്നും ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണിത്. എത്തിഹാദ് എയർവേസിൻ്റെ അബുദാബി തിരുവനന്തപുരം എയർബസ് A320. മഴ ഏത് നിമിഷവും പെയ്യാം എന്ന നിലയിലാണ്. റൺവേയിൽ ടച്ച് ചെയ്തു. ഇൻഡിഗോയുടെ കൊച്ചി തിരുവനന്തപുരം ATR 72-600. പ്രൊപ്പല്ലർ ഉള്ള ചെറിയ വിമാനമാണ്. എഴുപത്തി പേർക്ക് സഞ്ചരിക്കാം. വിസ്താര എയർവേസിൻ്റെ എയർബസ് A320 നിയോ. എയർബസ് A320 വിമാനങ്ങളുടെ നീളം 37.6 മീറ്ററാണ്. ചിറകുകളുടെ അറ്റങ്ങൾ തമ്മിലുള്ള നീളം, അതായത് വിങ് സ്പാൻ, 34.1 മീറ്ററാണ്. ബോയിങ് 737-നേക്കാൾ സൈലൻ്റ് ആയിട്ടുള്ള ക്യാബിനാണ് എയർബസ് A320. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ തിരുവനന്തപുരം കോഴിക്കോട് ബോയിങ് 737 വിമാനം. കൈകൾ രണ്ടും രണ്ട് വശങ്ങളിലേക്ക് നീട്ടി കൈപ്പത്തി രണ്ടും മുകളിലേക്ക് ഉയർത്തി
ചിറകുകളുടെ പിൻഭാഗം മുകളിലേക്ക് ഉയർത്തി കൊടുക്കും. ഈ ഭാഗം ഫ്ലാപ്പ് എന്നറിയപ്പെടുന്നു. വിമാനം ടേക്ക് ഓഫിന് റെഡിയായി. റൺവേയിലൂടെ ഓടിത്തുടങ്ങും. വിമാനത്തിൻ്റെ മധ്യഭാഗത്തെ ചിറകുകളുടെ അറ്റങ്ങളിൽ വരുന്ന ഭാഗത്തിൻ്റെ പിറകുവശം പ്രത്യേകം ചലിപ്പിക്കാൻ പറ്റും. ഇവയെ എയിലറോൺ എന്ന് പറയും. എയിലറോൺ വിമാനത്തെ റോൾ ചെയ്യിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരറ്റത്തെ പിൻഭാഗം മുകളിലേക്ക് ഉയർത്തുകയും അതേസമയം മറുവശത്തേത് താഴേക്ക് താഴ്ത്തുകയും ചെയ്യും. അതായത് ചിറകിൻ്റെ ഏതറ്റത്തെ ഭാഗമാണോ ഉയർത്തിയത്, വിമാനത്തിൻ്റെ ആ വശം താഴേക്ക് താഴും. മറിച്ച് ചിറകിൻ്റെ എതിർ അറ്റത്തെ പിൻഭാഗം താഴ്ത്തുകയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ വിമാനത്തിൻ്റെ ആ വശം മുകളിലേക്ക് ഉയരും. വിമാനം റോൾ ചെയ്യും. ഇതും എയറോഡൈനാമിക്സ് ആണ്. ഇൻഡിഗോയുടെ ബാംഗ്ലൂർ തിരുവനന്തപുരം എയർബസ് A320. റൺവേയിൽ ടച്ച് ചെയ്തു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വിമാനത്താവളത്തിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനൽ ഇടതുഭാഗത്തും ഇൻ്റർനാഷണൽ ടെർമിനൽ വലതുഭാഗത്തുമാണ്. ഇപ്പോൾ വന്നിറങ്ങിയ ഇൻഡിഗോ വിമാനം ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് പോകുന്നു. അതേസമയം വിസ്താര എയർവേസിൻ്റെ തിരുവനന്തപുരം ബാംഗ്ലൂർ എയർബസ് A320 ഡൊമസ്റ്റിക് ടെർമിനൽ
A320 വിമാനം. വിമാനത്തിൻ്റെ റഡാർ അന്തരീക്ഷത്തിലുള്ള മറ്റ് വിമാനങ്ങളെപ്പറ്റിയും മറ്റ് പ്രതിബന്ധങ്ങളെപ്പറ്റിയുമുള്ള കൃത്യമായ വിവരങ്ങൾ പൈലറ്റിന് നൽകും. അവയുടെ അകലം, ഉയരം മുതലായവ. അതുപോലെ തന്നെ കാലാവസ്ഥയെപ്പറ്റിയുമുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്നു. മാൽദീവിയൻ, മാലി തിരുവനന്തപുരം ബോയിങ് 737 വിമാനം. ലാൻഡ് ചെയ്തു. എത്തിഹാദ് എയർവേസിൻ്റെ തിരുവനന്തപുരം അബുദാബി വിമാനം ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനലിൽ നിന്നും റൺവേയിലേക്ക് വരുന്നു. വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് എന്ന് ഇപ്പോൾ പറയാറില്ല. മുൻകാലങ്ങളിലായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതിനെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്നാണ് പറയുന്നത്. വിമാനം ഓൺ ആകുന്നത് മുതൽ വിമാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് പൈലറ്റുമാർ തമ്മിലുള്ള സംസാരം, എയർ ഹോസ്റ്റേഴ്സുമാരുമായിട്ടുള്ള സംസാരം തുടങ്ങി വിമാനത്തിൻ്റെ എല്ലാ ടെക്നിക്കൽ ഡീറ്റെയിൽസ്, ഇന്ധനത്തിൻ്റെ അളവ് എന്നുവേണ്ട എല്ലാ വിവരങ്ങളും ഇത് റെക്കോർഡ് ചെയ്യുന്നു. വിമാനത്തിന് എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായാൽ ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ പരിശോധിച്ചാണ് അപകട കാരണം വിലയിരുത്തുന്നത്. ഇത് സമയം ഒരുപാട് എടുക്കുന്ന പ്രോസസ്സാണ്. എത്ര വലിയ അപകടത്തെയും അതിജീവിക്കാനുള്ള കഴിവ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിന് ഉണ്ട്. ഡാറ്റാസ് സേഫ് ആയിരിക്കും. ഫിസിക്കൽ ഡാമേജ് ഉണ്ടാകാറില്ല. സാധാരണയായി ഓറഞ്ച് കളറാണ് ഇവയ്ക്ക് നൽകുന്നത്. തീ പിടിച്ചാലും ഈ പെയിൻറ് കത്തില്ല. വളരെ പെട്ടെന്ന് കണ്ണിൽ പെടുന്ന രീതിയിലുള്ള സ്ട്രൈക്കിംഗ് കളേഴ്സാണ് ഇവയ്ക്ക് നൽകിയിരിക്കുന്നത്. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ സാധാരണയായി വിമാനത്തിൻ്റെ ടെയിൽ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിമാനത്തിൻ്റെ ടെയിൽ ഭാഗത്തിനാണ് അപകടമുണ്ടായാൽ സർവൈവബിലിറ്റി ചാൻസ് കൂടുതലുള്ളത്. അത് യാത്രക്കാരായാലും അങ്ങനെ തന്നെയാണ്. ടെയിൽ ഭാഗത്തിനടുത്തുള്ള സീറ്റുകളിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണ് അപകട സമയത്ത് സർവൈവബിലിറ്റി ചാൻസ് കൂടുതലുള്ളത്. വിമാനങ്ങൾ നിർമ്മിക്കുന്നതിൽ ലോകത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ബോയിങ് അമേരിക്കൻ കമ്പനിയാണ്. എയർബസ് യൂറോപ്യൻ കമ്പനിയാണ്. ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ചേർന്നുള്ള യൂറോപ്യൻ എയറോനോട്ടിക് ഡിഫൻസ് ആൻഡ് സ്പേസ് കമ്പനിക്കാണ് 80% ഓഹരിയും. ബാക്കി 20% ഓഹരി ബ്രിട്ടനിലെ BAE സിസ്റ്റംസിനാണ്. നേവിയുടെ ചീത്ത ഹെലികോപ്റ്ററുകൾ 2 എണ്ണമുണ്ട്. ഇവയുടെ വരവ് മുൻകൂട്ടി അറിയാൻ പറ്റില്ല. ശബ്ദം കേട്ട് ക്യാമറ ഓൺ ചെയ്ത് വന്നപ്പോൾ ആദ്യത്തെ ഹെലികോപ്റ്റർ മുകളിലൂടെ കടന്നുപോയി കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സ് ചീത്ത ഹെലികോപ്റ്ററുകൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ ഗ്ലേസിയറിൽ അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിനും മെഡിക്കൽ ഇവാക്യുവേഷനും ഉപയോഗിച്ചു വരുന്നു.
തുമ്പികളെപ്പോലെ ചീത്ത ഹെലികോപ്റ്ററുകൾ പറന്നകന്നു. വിസ്താര എയർവേസിൻ്റെ ഡൽഹി തിരുവനന്തപുരം എയർബസ് A320 വിമാനം. ഇൻഡിഗോയുടെ കൊച്ചി തിരുവനന്തപുരം ATR 72-600 വിമാനം. വിമാനത്തിൻ്റെ പ്രൊപ്പല്ലറുകൾ വളരെ കുറഞ്ഞ വേഗത്തിലാണ് കറങ്ങുന്നതെന്ന് തോന്നും. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. കാരണം ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തെ പ്രൊപ്പല്ലറുകളുടെ കാഴ്ച കാണേണ്ടവ തന്നെയാണ്. വിട്ടുപോകാതെ കാണുക. വിസ്താരയുടെ ട്രിവാൻഡ്രം ഡൽഹി A320 വിമാനം. ബോയിങ് വിമാനത്തെയും എയർബസ് വിമാനത്തെയും ഇരുട്ടത്താണെങ്കിൽ പോലും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അവയുടെ സ്ട്രോബ് ലൈറ്റുകൾ, അതായത് ചിറകിൻ്റെ അറ്റത്തെ ലൈറ്റുകൾ, ബോയിങ് വിമാനത്തിൽ ഒരു സമയം ഒരു പ്രാവശ്യം മിന്നുമ്പോൾ എയർബസിൽ അത് 2 പ്രാവശ്യം മിന്നും. ഇന്ത്യയുടെ AN72-600 വിമാനം. കുറച്ചു മുൻപ് ലാൻഡ് ചെയ്തപ്പോൾ പ്രൊപ്പല്ലറിൻ്റെ കാര്യം ശ്രദ്ധിച്ചോളാൻ ഞാൻ പറഞ്ഞിരുന്നു. പ്രൊപ്പല്ലർ കറങ്ങാതെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ടാണ് കാണാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ പ്രൊപ്പല്ലറുകൾ ലാൻഡ് ചെയ്ത സമയത്തിനേക്കാൾ വളരെ വേഗത്തിലാണ് കറങ്ങുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് അത് സ്റ്റാൻഡ് സ്റ്റില്ലായി തോന്നുന്നതാണ്. ഇൻഡിഗോയുടെ എയർബസ് A320 വിമാനം. പൊതുവെ എയർബസ് വിമാനങ്ങൾ ബോയിങ് വിമാനങ്ങളെക്കാൾ ലൈറ്റ് വെയ്റ്റും ഇന്ധനക്ഷമത കൂടുതൽ ഉള്ളവയുമാണ്. ഇൻഡിഗോ വിമാനം ഡൊമസ്റ്റിക് ടെർമിനലിൽ നിന്നും റൺവേയിലേക്ക് വരുന്നു. വിമാനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സംവിധാനമായ ഫ്ലൈ ബൈ വയർ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എയർബസ് വിമാനങ്ങളിലാണ്. അതേസമയം ബോയിങ് പഴയ ക്ലാസിക് ആയിട്ടുള്ള കൺട്രോൾ കോളമാണ് ഉപയോഗിക്കുന്നത്. അതായത് പൈലറ്റിൻ്റെ സീറ്റിന് മുന്നിലുള്ള വലിയ ഹാൻഡിൽ. എയർബസിൽ വശങ്ങളിൽ ചെറിയ ജോയ്സ്റ്റിക്കുകൾ പോലെയാണ് ഇവ കാണപ്പെടുന്നത്. മിഡ് സൈസ് വിമാനങ്ങൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത് ബോയിങ്ങും എയർബസുമാണ്. ബോയിങ് വിമാനങ്ങളുടെ വാതിലുകൾ സ്ലൈഡിംഗ് ടൈപ്പാണ്. അതായത് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ബോഡിക്ക് പാരലലായി സ്ലൈഡ് ചെയ്ത് നീക്കിയാണ് വയ്ക്കാറ്. എന്നാൽ എയർബസിൽ ഡോറ് തള്ളി തുറന്ന് സൈഡിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എയർബസ് വിമാനങ്ങൾക്കകത്തിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം. പട്ടി അമറുന്നത് പോലൊരു സൗണ്ട്. ഡോഗ് ബാർക്കിംഗ് സൗണ്ട് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് വിമാനത്തിലെ ഹൈഡ്രോളിക് സംവിധാനങ്ങളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന സൗണ്ടാണ്. ഈ 2 കമ്പനികളും വിമാനങ്ങൾ മാത്രമല്ല ഹെലികോപ്റ്ററുകൾ, സ്പേസ് ആപ്ലിക്കേഷനുള്ള ഉപകരണങ്ങൾ, ഡിഫൻസ് ആപ്ലിക്കേഷനുള്ള ഉപകരണങ്ങൾ എന്നിവയും നിർമ്മിക്കുന്നു. വിസ്താര എയർവേസിൻ്റെ വിമാനം. മേഘാവൃതമല്ലാത്ത നീല ആകാശമുള്ളപ്പോൾ ഇതുപോലൊരു വീഡിയോ ഒന്നുകൂടി ചെയ്യണം. അടുത്ത ദിവസം കഴിയട്ടോ. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ തിരുവനന്തപുരം ദോഹ ബോയിങ് 737 വിമാനം.
തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അദാനി ഗ്രൂപ്പാണ്. റൺവേയുടെ നീളം 3407 മീറ്റർ, അതായത് 3.4 കിലോമീറ്റർ. പാരലൽ ടാക്സിവേയുടെ നീളം 1880 മീറ്റർ, അതായത് 1.88 കിലോമീറ്റർ. ഏതു തരത്തിലുള്ള വിമാനവും ഈ എയർപോർട്ടിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാം. രാത്രിയും പകലും പ്രവർത്തനക്ഷമമാണ്. ഇവിടെ നിന്ന് 22 വിദേശ രാജ്യങ്ങളിലേക്കായി 18 എയർലൈനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. ൽ 1932 ശ്രീ ചിത്രരഥ മഹാരാജാവാണ് ഈ വിമാനത്താവളം നിർമ്മിച്ചത്.